പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും പ്രവചന ശബ്ദമായി കർത്താവിൻ്റെ തിരുവചനമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗം ഒരുക്കിയ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എത്ര നല്ലവൻ! കർത്താവ് നമുക്ക് നല്ലവനാണ്. യേശു നല്ലവൻ. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ദൈവശബ്ദത്തെ കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവമക്കൾ ഇതിനെ കേൾക്കുക, വിശ്വസിക്കുക, ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഒത്തിരി പ്രയാസപ്പെടുന്ന തലമുറയുടെ വിഷയത്തിൽ, തലമുറയുടെ ഭാവിയെ ഓർത്ത്, അവരുടെ വിദ്യാഭ്യാസം ഓർത്ത്, അവരുടെ ജോലി വിഷയത്തിൽ, കുടുംബ വിഷയത്തിൽ, അവരുടെ സ്വഭാവത്തിൽ ഒത്തിരി ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളോടുള്ള പ്രവചന ശബ്ദങ്ങളാണ് ഈ രാത്രിയിൽ, ഇന്ന് ജൂൺ 3 രാത്രിയിൽ 12 മണി കഴിഞ്ഞ സമയത്താണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നോട് ഇത് റെക്കോർഡ് ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ഈ ശബ്ദം കൈമാറുന്നത്. ആമേൻ. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, മാതാപിതാക്കൾ വിശ്വസിക്കാൻ പറ്റാത്ത, ആമേൻ, അത്ഭുതകരമാകുന്ന വിടുതലുകൾ, അത്ഭുതങ്ങൾ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ആമേൻ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന, വിസ്മയിച്ചു പോകുന്ന അത്ഭുതങ്ങൾ നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി കണ്ണീരൊഴുക്കി. പക്ഷേ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകുന്നില്ല. പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ഉണ്ടാകുന്നില്ല. പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന, ആമേൻ, പാരൻസിനോട് പരിശുദ്ധാത്മാവിന് കൈമാറാനുള്ള ദൈവശബ്ദമാണ് ഇന്ന് കൈമാറുന്നത്. ഇത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. നിങ്ങൾ അത്ഭുതപ്പെടുന്ന വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകളിൽ ദേശക്കാർക്കോ നിങ്ങളുടെ ചാർച്ചക്കാർക്കോ വിശ്വസിക്കാൻ പറ്റാത്ത, നിങ്ങൾ വിസ്മയപ്പെടുന്ന വിധത്തിൽ ഉള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ തലമുറകളിൽ സംഭവിക്കാൻ പോകും. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ നടന്നിട്ടില്ല. പക്ഷേ കർത്താവിൻ്റെ സമയം ഇതാണ്. നിങ്ങളുടെ തലമുറകളുടെ മേൽ പ്രവർത്തിക്കാനുള്ള സമയം ഇതാണ്. ദൈവം അത് ചെയ്യാൻ പോകുന്നു. ആമേൻ. ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 8 അധ്യായം അതിൻ്റെ 53 വാക്യം ഞാൻ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8 അധ്യായം 53 വാക്യം. അവൾ മരിച്ചു പോയി എന്നറിയുകയാൽ അവനെ പരിഹസിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു, ബാലെ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. ആമേൻ. നമുക്കിത് ഒത്തിരി വായിച്ചും പ്രസംഗിച്ച് കേട്ടും പ്രസംഗിച്ചും പരിചയമുള്ള ദൈവവചനമാണ്. പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ, ഏക മകൾ, 12 വയസ്സുള്ള മകൾ മരിച്ചുപോയി. അവൾ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന സമയത്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ യായിറോസ് യേശുവിന്റെ ചെന്നിരുന്നു. യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ, വിളിക്കാൻ, ഈ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ ചെന്നു, വിളിക്കാൻ ചെന്നു. ആ സമയത്ത് യേശു തൻ്റെ പരശുശ്രൂഷ വേളയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിൽ ഈ യായിറോസ് വന്ന് വിളിച്ചപ്പോൾ ആമേൻ, വരത്തില്ലെന്ന് പറഞ്ഞില്ല, വാ പോയേക്കാം, വീട്ടിലോട്ട് പോയേക്കാം. പക്ഷേ ആ പോകുന്ന പോക്കിനും പല ശുശ്രൂഷകളും ചെയ്താണ് യേശു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് യായിറോസിൻ്റെ വീട്ടിൽ നിന്നും ഈ വയ്യാതെ കിടക്കുന്ന കുഞ്ഞിൻ്റെ അരികത്ത് നിന്നും ഒരു കൂട്ടർ വന്നിട്ട് പറയുന്നു, യായിറോസിന് പറയുന്നു, ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചുപോയി. ഇത് യേശു കേട്ടു. അവൻ വലിയ വിശ്വാസത്തോടെ യേശു വന്നാൽ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകും
എൻ്റെ ഏക മകൾ അവൾ എഴുന്നേൽക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ വന്നിക്കുക. വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്ന ആ മനുഷ്യന്റെ ഇല്ലേ ആ അപ്പന്റെ അടുക്കിലേക്ക് എത്തുന്ന വാർത്ത താങ്ങാൻ പറ്റാത്ത വാർത്തയാണ്. നിന്റെ മകൾ മരിച്ചുപോയി, നീ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സൗഖ്യമാകും, എഴുന്നേൽക്കും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിന്റെ മകൾ, ഏക മകൾ മരിച്ചുപോയി. ഇനി ഗുരുവിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, ഗുരു അവൻ്റെ ശുശ്രൂഷ ചെയ്യട്ടെ, നമുക്ക് വീട്ടിലോട്ട് പോകാം, പോയി അടക്കം ചെയ്യാം, വരിക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇത് കേട്ട യേശു പറഞ്ഞു, പ്രയാസപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നീ അത്ഭുതം കാണും. ഇവര് പറയുന്നു യേശുവിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട. പക്ഷെ വചനം പറയുന്നു, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ കാര്യം സാധിപ്പിക്കുക, എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഇത് കേട്ട യേശു പറയുന്നു, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറയുമ്പോൾ യേശു ഇത് കേട്ട് പറയുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടപ്പോൾ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ രക്ഷപ്പെടും. Praise the Lord. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട്, മാതാപിതാക്കളോട്, സഹോദരന്മാരോട് ഞാൻ പറയുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്റെ തലമുറ എഴുന്നേൽക്കാൻ പോകുന്നു. വിശ്വസിക്കുക മാത്രം ചെയ്യുക. മരിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ തലമുറ, ആത്മീയ ജീവിതത്തിൽ മരിച്ചുപോയി എന്ന് പറയുന്ന നിന്റെ തലമുറ, അത് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. അഭിഷേകത്തോടെ, ദൈവകൃപയോടെ ഒരു അത്ഭുതമായി നിന്റെ തലമുറ പുറത്തു വരാൻ പോകുന്നു. അവരെഴുന്നേൽക്കാൻ പോകുന്നു. ആമേൻ. ദേശക്കാർ കാണുക, സഭക്കാർ കാണുക, നിന്റെ തലമുറ പുറത്തു വരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നീ ഭാരപ്പെടരുത്, നീ പ്രയാസപ്പെടരുത്. നീ ഒഴുക്കിയ കണ്ണീരിനും നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കും മറുപടിയായി, നീ ഉപവസിച്ച ഉപവാസങ്ങൾക്കും മറുപടിയായി യേശു നിന്റെ തലമുറയുടെ അടുത്തേക്ക് യേശു വരുന്ന ദിനങ്ങളാണിത്. വീണ് കിടക്കുന്ന, പെട്ടുകിടക്കുന്ന, പ്രയാസപ്പെട്ടിരിക്കുന്ന, ചില വിഷയങ്ങളിൽ തോറ്റുപോയ, ചില വിഷയങ്ങളിൽ കുടുങ്ങിപ്പോയ നിന്റെ തലമുറയുടെ അടുക്കിലേക്ക്, ആത്മീയ മരണം സംഭവിച്ച നിന്റെ തലമുറയുടെ അടുക്കിലേക്ക്, വിദ്യാഭ്യാസത്തിൽ തകർന്നു കിടക്കുന്ന, ജോലിയിൽ തകർന്നു കിടക്കുന്ന, കുടുംബജീവിതത്തിൽ തകർന്നു കിടക്കുന്ന നിന്റെ തലമുറയുടെ അടുത്തേക്ക് യേശു വന്നിട്ട് അതിനെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവരോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് യേശു അവരുടെ കൂടെ യായിറോസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. യായിറോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കരഞ്ഞ് ബഹളമുണ്ടാക്കുന്ന, വലിയ നിലവിളി ശബ്ദമുണ്ടാക്കുന്ന അവരെല്ലാം പുറത്താക്കി. കാരണം കുഞ്ഞു മരിച്ചുപോയി എന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉറപ്പാണ്. മരിച്ചുപോയി, കുഞ്ഞു മരിച്ചു, കറക്റ്റാണ്. അത് നിമിത്തം, ആ കുഞ്ഞിന്റെ മരണ നിമിത്തം നിലവിളിക്കുന്ന ഒരു കുടുംബത്തിന്റെ അകത്തേക്ക് യേശു ചെന്നിട്ട് യേശു പറയുന്ന പദം, ഇച്ചിരി വിശ്വസിക്കാനും ഏറ്റെടുക്കാനും ബുദ്ധിമുട്ടാണ്. യേശു പറയുന്ന പദം ഇതാണ്. സാധാരണ വീട്ടുകാർക്ക് നമുക്ക് പോലും ആ വിഷയം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ, കരയണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുകയാണ്. നിങ്ങൾ കരയണ്ട, നിങ്ങൾ മുറയിടണ്ട, കൊച്ചു മരിച്ചിട്ടില്ല, അത് ഉറങ്ങുക, അത് എഴുന്നേക്കും. അത് പറഞ്ഞപ്പോൾ ജനം അവനെ പരിഹസിച്ചു. ആ ഒരു വാക്ക് കേട്ടതോടെ ജനം പരിഹസിച്ചു. ഇതാണോ വലിയ ശുശ്രൂഷ ചെയ്യുന്ന, അത്ഭുതം ചെയ്യുന്ന ആള്? മരിച്ചു കിടക്കുന്ന കുഞ്ഞു മരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഉറപ്പാണ്, കുഞ്ഞു മരിച്ചു, അതിൻ്റെ ശ്വാസം നിലച്ചു പോയി, ഉറപ്പാണ്. അന്നുള്ള വൈദ്യന്മാർ അവരുടെ കൂടെയുണ്ട്.
ശരിയാണ്, കറക്റ്റാണ്, പറഞ്ഞ കറക്റ്റാ. പക്ഷേ യേശു പറയുന്നു, അത് ഉറങ്ങുക, നീ ഭാരപ്പെടണ്ട, എഴുന്നേക്കും. ഇത് കേട്ടപ്പോൾ അവിടെ നിന്ന നാട്ടുകാർ, വീട്ടുകാർ പരിഹസിച്ചു. അവിടെ നിന്ന് അവരെ കുടുംബക്കാർ പരിഹസിക്കുന്നു, നാട്ടുകാർ പരിഹസിക്കുന്നു. ജനം പരിഹസിക്കുന്ന കണ്ടപ്പോൾ യേശു തിരിച്ചു പോയെന്നല്ല, ജനം പരിഹസിക്കുന്ന കണ്ടപ്പോൾ യേശു ഞാൻ ശുശ്രൂഷ ചെയ്യത്തില്ലെന്ന് പറഞ്ഞില്ല. ജനം പരിഹസിക്കുന്ന കണ്ടപ്പോൾ യേശു ചെയ്തത് അവളുടെ കൈക്ക് പിടിച്ചു. ആ കുഞ്ഞു മരിച്ചു പോയെന്ന് അവിടെയുള്ള ജനത്തിനെല്ലാം അറിയാം. അതുകൊണ്ട് അവർ പരിഹസിച്ചു. പക്ഷേ അവർ പരിഹസിച്ചപ്പോൾ യേശു ചമ്മിയില്ല, യേശു പുറകോട്ട് തിരിഞ്ഞു പോയില്ല, ഇട്ടിട്ട് പോയില്ല. പരിഹസിക്കുന്നവരുടെ നടുവിൽ കുഞ്ഞിന്റെ കയ്യിൽ കയറി യേശു പിടിച്ചു. ആമേൻ. നിന്നെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടോ? നിന്നെ ആരും പരിഹസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പരിഹാസ വിഷയത്തെ യേശു കയറി പിടിക്കാൻ പോകുന്നു. ആമേൻ. മറ്റുള്ളവർ പരിഹസിച്ചിട്ടിരിക്കുന്ന നീ വിശ്വാസം പറയുമ്പോൾ, നീ ദൈവിക വാഗ്ദത്തങ്ങൾ പറയുമ്പോൾ, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നും സാധ്യതകളൊന്നുമില്ലാത്ത വിഷയത്തെ നോക്കി നീ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഉപവസിക്കുമ്പോൾ, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറയുമ്പോൾ, നമ്മൾ സാധ്യതയില്ലാത്ത വിഷയങ്ങളെ നോക്കി ജനം പരിഹസിക്കും, കുടുംബക്കാർ പരിഹസിക്കും, സ്നേഹിതർ പരിഹസിക്കും. പക്ഷേ ആരൊക്കെ പരിഹസിച്ചാലും പരിഹസിച്ച് നിൽക്കുന്നവരുടെ നടുവിൽ നിന്റെ വിഷയത്തെ കയറി പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ അത്ഭുതം നിന്റെ തലമുറയിൽ സംഭവിക്കാൻ പോകുന്നു. ആമേൻ. ജനം പരിഹസിച്ചിട്ടിരിക്കുന്ന നിന്റെ തലമുറ, ജനം പരിഹസിച്ചിട്ടിരിക്കുന്ന നിന്റെ വിഷയങ്ങൾ, ജനം പരിഹസിച്ചിട്ടിരിക്കുന്ന നിന്റെ കുടുംബം, ജനം പരിഹസിച്ചിട്ടിരിക്കുന്ന നിന്റെ തോൽവികൾ, ജനം പരിഹസിച്ച നിന്റെ വിദ്യാഭ്യാസം, ജനം പരിഹസിച്ച നിന്റെ സാഹചര്യം, ജനം പരിഹസിച്ച നിന്റെ കുടുംബജീവിതം, ജനം പരിഹസിച്ച നിന്റെ തലമുറ, അതിനെ യേശു കയറി പിടിക്കാൻ പോകും. ആമേൻ. ആർക്കും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയാത്ത, ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ, ആർക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തലമുറ, ആ തലമുറയെ യേശു പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്താൻ പോകുന്നു. ആമേൻ. ആര് വിചാരിച്ചാലും എഴുന്നേൽക്കാത്ത, ആര് വിചാരിച്ചാലും പുറത്തു വരാത്ത തലമുറയെ യേശു വന്ന് കരത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇത് വിശ്വസിക്കുന്നവർ കാമ്യം പറയാം. നിന്റെ തലമുറ പരിഹസിച്ച് കിടക്കുന്ന, പരിഹാസമേറ്റു കിടക്കുന്ന നിന്റെ തലമുറയെ യേശു തൊടാൻ പോകുന്നു, യേശു എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. പരിഹസിച്ചവരുടെ നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, അവരുടെ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ അത്ഭുതം അവരുടെ തലമുറയിൽ സംഭവിക്കട്ടെ. പരിഹാസമേറ്റു കിടക്കുന്ന തലമുറകൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. പരിഹാസമേറ്റ് മുറിവേറ്റ് കിടക്കുന്ന തലമുറകൾ അവരുടെ ഭാവി യേശുവിന്റെ നാമത്തിൽ ഉയർത്തെഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയുടെ കൈ ആര് പിടിക്കും? യേശു പിടിക്കാൻ പോകുന്നു. വീണ് കിടക്കുന്ന വിഷയത്തിൽ പരിഹാരമില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന, ചിലതിൽ പെട്ടുകിടക്കുന്ന തലമുറകളെ യേശു പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. യേശു ആ ബാലയുടെ കരത്തിൽ പിടിച്ചു, അവളെ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. ബാലേ, എഴുന്നേൽക്കുക എന്ന് യേശു പറഞ്ഞു. അപ്പോൾ അവളുടെ ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നു എന്ന് വചനം പറയും. ആമേൻ. അപ്പോൾ അവളെ വിട്ട്, അവളുടെ ആത്മാവ് അവളെ വിട്ടു പോയിരുന്നു. അവൾ മരിച്ചിരുന്നു. പക്ഷേ യേശു വിളിച്ചപ്പോൾ, ബാലെ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ, എങ്ങോട്ടോ പോയ, അവളിൽ നിന്ന് പോയ ആത്മാവ് വേഗത്തിൽ അവളുടെ ശരീരത്തിലേക്ക് മടങ്ങി വന്നു. അവൾ ജീവനുള്ളവളായി മാറിയതുപോലെ നിന്റെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരാൻ പോകും. ആമേൻ. വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടു
നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരാൻ പോകുന്നു. യേശു വിളിച്ചു വരുത്താൻ പോകുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു നിന്റെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ തരാൻ പോകുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. ആമേൻ. ആമേൻ. അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന്, യായിറോസിന്റെ വീട്ടിൽ നിന്ന് അവരുടെ ഈ കുഞ്ഞു മരിച്ച പാടെ ആത്മാവ് നഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ആ വീട്ടിലെ സ്വസ്ഥത, ആ വീട്ടിലെ സമാധാനം, ആ വീട്ടിലെ ആനന്ദം, സന്തോഷം, സമാധാനം എല്ലാം ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി. കാരണം അത് മരണ വീടാണ്. ഏകമകൻ, അവൾ മരിച്ചു. ആ വീട്ടിലുള്ള സന്തോഷങ്ങളെല്ലാം ആ വീട് വിട്ട് പടിയിറങ്ങി. പക്ഷേ യേശു ബാലെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ആത്മാവ് മടങ്ങി വന്നപ്പോൾ അവളുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും ആനന്ദവും ഘോഷവും ആ വീട്ടിൽ വേഗത്തിൽ മടങ്ങി വന്നു. ആമേൻ. മരണ വീട് ആഘോഷത്തിന്റെ വീടായി മാറി. നിലവിളിച്ച് മുറയിട്ട് കരഞ്ഞ് നിലവിളിച്ചു നിൽക്കുന്ന കുടുംബം ഇപ്പോൾ ആ കരഞ്ഞ വ്യക്തികളെല്ലാം ആർപ്പിടാൻ തുടങ്ങി, സന്തോഷിക്കാൻ തുടങ്ങി. അവന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനം, നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥത, നഷ്ടപ്പെട്ടു പോയ ആനന്ദത്തെ തിരിച്ചു കൊടുത്ത ഒരു യേശു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, നിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ സന്തോഷവും വർഷങ്ങളായി, ചിലതിൻ്റെ മാസങ്ങളായി, ചിലതിൻ്റെ ആഴ്ചകളായി, ചിലതിൻ്റെ ദിവസങ്ങളായി പടിയിറങ്ങിപ്പോയ സ്വസ്ഥതയും സമാധാനവും ആനന്ദവും ആഘോഷവും നിന്റെ വീട്ടിലേക്ക് വീണ്ടും പടികേറി വരാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. നിന്റെ വീട്ടിലേക്ക് നഷ്ടപ്പെട്ട് നിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ സ്വസ്ഥത, സമാധാനം, ആനന്ദം, ആഘോഷം, അത് നിന്റെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു പടികേറാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നഷ്ടപ്പെട്ടു എന്ന് നീ പറഞ്ഞ സ്വസ്ഥത, നഷ്ടപ്പെട്ടു എന്ന് നീ പറഞ്ഞ സമാധാനം തീർന്നു, കഴിഞ്ഞു, ഇനി ഒരു ആഘോഷം എൻ്റെ വീട്ടിലില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിന്റെ വീട്ടിലേക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കയറാൻ പോകുന്നു. നീ വിശ്വസിക്കുക. യായിറോസിന്റെ വീട്ടിലേക്ക് നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും തിരിച്ചു വന്നതുപോലെ ആമേൻ, നിന്റെ വീട്ടിൽ അത് തിരിച്ചു വരാൻ പോകും. നഷ്ടപ്പെട്ട നിന്റെ തലമുറ തിരിച്ചു വരാൻ പോകും. വിശ്വസിക്കാൻ പറ്റുമോ? നഷ്ടപ്പെട്ടു എന്ന് നീ പറയുന്ന നിന്റെ പെൺതലമുറ, നഷ്ടപ്പെട്ടു എന്ന് നീ പറയുന്ന നിന്റെ ആൺതലമുറ, അത് തിരിച്ച് നിന്റെ ഭവനത്തിൽ വരാൻ പോകും. അത് തിരിച്ച് നിനക്ക് ഒരു മകളായി, മകനായി മാറാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. ചിലതിൻ്റെ മൈൻഡിനെ തിരിച്ച് മാതാപിതാക്കളിൽ നിന്ന് തലമുറയെ അകറ്റിക്കളഞ്ഞത് പരിശുദ്ധാത്മാവ് അവരുടെ മൈൻഡിനെ തിരിച്ച് അവരുടെ പാരൻസിന്റെ അടുത്തേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരും. ആമേൻ. വിശ്വസിച്ചോ? ദൈവിക മഹത്വം നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ചലിക്കാൻ പോകും. ആമേൻ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ തലമുറകൾ ഒരു കാലത്ത് വലിയ ആനന്ദവും ആനന്ദഘോഷവും സന്തോഷവും, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ വലിയ സന്തോഷത്തിൽ കിടന്ന കുടുംബമാണ്. പക്ഷെ ഇപ്പോ അതില്ല. അത് എന്തൊക്കെയോ കാരണങ്ങൾ നിമിത്തം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവരും മാറി നിൽക്കുകയാണ്. ഇത് തിരിച്ചു വരാൻ പോകും. നഷ്ടപ്പെട്ടു പോയ ഈ ആഘോഷം, സമാധാനം, ആനന്ദം നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോകും. ആമേൻ. ഇത് പ്രവചന ശബ്ദമാണ്. ഇത് വചനത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് തിരിച്ചു വരാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ നഷ്ടപ്പെട്ട ആനന്ദവും സമാധാനവും ഉണ്ടാകാൻ പോകും. ആമേൻ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. യായിറോസിന്റെ മകളിൽ നിന്ന് ആത്മാവ് പോയി.
പക്ഷെ യേശു വിളിച്ചപ്പോൾ മടങ്ങി വന്നു. ഇതുപോലെ എന്നെ കേൾക്കുന്ന ചില കുടുംബത്തിൻ്റെ അകത്ത് തലമുറകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട്, അഭിഷേകം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ചില തലമുറകളിലേക്ക് വീണ്ടും ഒരു ആത്മപകർച്ച അവർക്ക് ഉണ്ടാകാൻ പോകും. വീണ്ടും പരിശുദ്ധാത്മാവ് അവരെ കരങ്ങളിലെടുക്കാൻ പോകും. നഷ്ടപ്പെട്ടു, അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില തലമുറകളിലേക്ക് അതിനെ ചൊല്ലി കരയുന്ന മാതാപിതാക്കളെ, നിങ്ങൾ വിശ്വസിച്ച് ദൂതനെ സ്വീകരിക്കുക. അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില തലമുറകളിലേക്ക് വീണ്ടും പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി അവരെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. യേശു അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അവർ ഇപ്പോൾ വീണ് കിടക്കുന്ന ചില പാപ കുരുക്കുകളുടെ അകത്തു നിന്ന് ആ തലമുറകളെ അഭിഷേകം ചെയ്ത് വീണ്ടും പരിശുദ്ധാത്മാവ് പുറത്തെടുക്കാൻ പോകുന്നു. അഭിഷേകം നുകത്തെ തകർക്കുമെന്ന് വചനം പറയുന്നു. അവരുടെ മേലുള്ള നുകത്തെ തകർക്കാൻ മറ്റൊന്നിനും കഴിയില്ല, പക്ഷെ അഭിഷേകത്തിന് പറ്റും. അഭിഷേകം ചില തലമുറകളെ വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ വിശ്വസിച്ചേ പറ്റു പ്രിയരെ. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഇനി ഇത് കേൾക്കുന്നവർക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ഇത് സംഭവിക്കാൻ പോകും. അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞു ചില ബന്ധങ്ങൾ നിമിത്തം, അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞു ചില തലമുറകൾ, കുടുംബത്തിന്റെ അകത്തെ സാഹചര്യ നിമിത്തം, വിവാഹ ബന്ധത്തിൽ വന്നതിന് ശേഷം, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ശേഷം, ഇങ്ങനെയൊക്കെ അഭിഷേകം ചോർത്തിക്കളഞ്ഞ, അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില തലമുറകളിലേക്ക് അവരുടെ മേലിരിക്കുന്ന നുകത്തെ പൊളിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ തലമുറകളിൽ വെളിപ്പെടാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവ് ആ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ആമേൻ ഇപ്പോഴും കരയുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ അതിലേക്ക് വീണ്ടും എന്നെ ഒന്ന് അഭിഷേകം ചെയ്തിരുന്നെങ്കിൽ, വീണ്ടും എനിക്ക് ശക്തി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, വീണ്ടും ആ സാന്നിധ്യം ഒന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന ചില തലമുറകൾ, ഈ ശബ്ദം കേൾക്കുന്ന തലമുറകൾ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായിക്കോ. നിന്റെ മേൽ വീണ്ടും അഭിഷേകം ചലിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടും നിന്നെ തൊടാൻ പോകുന്നു. നിന്റെ അകത്ത് ഒതുങ്ങിപ്പോയ അഭിഷേകത്തിന്റെ അഗ്നിയെ പരിശുദ്ധാത്മാവ് വീണ്ടും തെളിയിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആ അഭിഷേകത്തിൽ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. അവർ ആത്മാവ് ജ്വലിക്കട്ടെ. അവർ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് മാതാപിതാക്കളെ, നിങ്ങളിത് കാണാൻ പോകുന്നു. നിങ്ങളുടെ തലമുറ അഭിഷേകത്തിൽ നിറയുന്നതും അവർ പഴയതുപോലെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നതും നിങ്ങൾ കാണാൻ പോകുന്നു. ഈ വചനത്തിന്റെ ആ ഭാഗം വായിച്ചു വരുമ്പോൾ ലാസ്റ്റ് കടന്നുകയാണ്, യേശു ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് കഴിയുമ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. ഇതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന, ഈ ദൈവശബ്ദം കേൾക്കുന്ന ചില മാതാപിതാക്കൾ ഇതുപോലെ അത്ഭുതപ്പെട്ടു പോകും. കാരണം യായിറോസ് പ്രതീക്ഷിക്കുന്നില്ല. തലമുറ മരിച്ചു പോയതാണ്. മരിച്ചുപോയി നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം അറിയാം. പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത അത്ഭുതം, അവർ ചിന്തിക്കാത്ത അത്ഭുതം, മരിച്ചുപോയ തലമുറ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇതുപോലെ യായിറോസിന്റെ വീട്ടിൽ നടന്ന ഈ അത്ഭുതം പോലെ എന്നെ കേൾക്കുന്ന, ഈ ദൈവശബ്ദം കേൾക്കുന്ന ചിലരുടെ വീടിന്റെ അകത്ത് ഇതുപോലുള്ള ആഘോഷം, ആനന്ദം ഉണ്ടാകാൻ പോകുന്നു. തലമുറ മടങ്ങി വന്നതിൻ്റെ, തലമുറ അഭിഷേകത്തിലേക്ക് കയറിയതിൻ്റെ, തലമുറയ്ക്കുണ്ടായ വിടുതലിൻ്റെ, പ്രതീക്ഷിക്കാത്ത ഉള്ള ഉയർത്തെഴുന്നേൽപ്പ് കണ്ട് ചില കുടുംബങ്ങൾ ആനന്ദിക്കാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ഇത് വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. നിന്റെ തലമുറയിൽ ഈ അത്ഭുതം, നിന്റെ വീട്ടിൽ ഈ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കാത്ത, നീ ചിന്തിക്കാത്ത സമയത്ത് നിന്റെ തലമുറ എഴുന്നേൽക്കും. ആമേൻ. നിന്റെ തലമുറയുടെ കുടുംബജീവിതം, അവരുടെ വിദ്യാഭ്യാസം എഴുന്നേൽക്കും. ആമേൻ. നീ ചിന്തിക്കാത്ത സമയത്ത് അവരുടെ ജോലി മേഖലയിൽ അവർ എഴുന്നേൽക്കും. ആമേൻ. സാമ്പത്തിക മേഖലയിൽ എഴുന്നേൽക്കും. ആമേൻ. എത്ര അധ്വാനിച്ചിട്ടും ആമേൻ ഒന്നും നീക്കിബാക്കിയില്ലാതെ, ആമേൻ ഒന്നും അവർക്ക് കിട്ടാതെ, ആമേൻ ഒന്നും നീക്കിബാക്കി വെക്കാതെ, ഒന്നും അവർക്ക് പണിതെടുക്കാൻ കഴിയാതെ, സ്വന്തമായി ഒന്നുമില്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന, വർഷങ്ങളെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നീക്കിബാക്കി ഇല്ലാത്ത ചില തലമുറകളുടെ മേൽ ഈ അത്ഭുതം ചലിക്കും. അവർ ഭൗതിക വിഷയത്തിൽ അവർ എഴുന്നേൽക്കും, അവർ ആത്മീയ വിഷയത്തിൽ അവർ എഴുന്നേൽക്കും, അവരുടെ ജീവിത ഭാവിയിൽ അവർ എഴുന്നേൽക്കും. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത് മാതാപിതാക്കളെ നിങ്ങൾ കണ്ട് അത്ഭുതപ്പെടും. ആമേൻ. ഇങ്ങനെ ഉള്ള സാക്ഷ്യങ്ങൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നു. ഞാനിത് വിശ്വസിക്കുന്നു. ഇത് ദൈവശബ്ദമാണ്. ഇത് തലമുറകളിൽ, കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. യേശു ചില തലമുറകളുടെ കരത്തിൽ പിടിച്ച് അവരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. ചില പ്രവചന ശബ്ദവും കൂടെ കൈമാറുന്നു. ആമേൻ. ഇന്നലെ മിനിങ്ങാനായി എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ പ്രവചന ശബ്ദം, ആമേൻ, കുവൈറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുവൈറ്റ് എന്ന രാജ്യത്തിനോട് പ്രാർത്ഥിക്കാം. ആ രാജ്യത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. ആ രാജ്യത്ത് കഴിഞ്ഞ നാളുകളിൽ വലിയ തീപിടുത്തം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം തീപിടുത്തം ഉണ്ടായ സമയത്ത് പറഞ്ഞു ഇനിയും അവിടെ തീപിടുത്തങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. മെസ്സേജ് കേട്ടവർക്കറിയാം. ആമേൻ. ഇനി വലിയ ദുരന്തങ്ങൾ കുവൈറ്റ് എന്ന രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു. എന്നോട് ദൈവാത്മാവ് എന്നെ കാണിച്ചു തന്നെയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം പോലെ, ആമേൻ, വലിയ വെള്ളക്കെട്ട്, ടൗണുകളിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം തടസ്സപ്പെടുന്നു. അങ്ങനെ വലിയ വെള്ളപ്പൊക്കം, പ്രളയം കുവൈറ്റിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. കുവൈറ്റ് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെയുള്ള ദൈവമക്കൾ, ദൈവദാസന്മാർ പ്രാർത്ഥിക്കുക. വെള്ളപ്പൊക്കത്തിൽ നിന്നും, ആ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കുവൈറ്റ് രാജ്യത്തെ ദൈവം സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കാം. ഒത്തിരി ദൈവദാസന്മാർ, ദൈവമക്കൾ അവിടെ ഉണ്ടല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച ഒരു പിക്ചർ, കുവൈറ്റിലെ ബിൽഡിങ്ങുകൾക്ക് എല്ലാം വിള്ളലുണ്ടാക്കുന്ന ഭൂമി കുലുക്കം, ഭൂചലനം കുവൈറ്റിലുണ്ടാകാൻ പോകുന്നു. കുവൈറ്റിലെ ബിൽഡിങ്ങുകൾക്കെല്ലാം വിള്ളലുണ്ടാക്കുന്ന ഭൂമി കുലുക്കം കുവൈറ്റ് എന്ന രാജ്യത്തുണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ തീവ്രത കുറയട്ടെ. 4.5 തീവ്രത രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭൂമി കുലുക്കങ്ങൾ കുവൈറ്റ് എന്ന രാജ്യത്തുണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വലിയ മഴ കെടുതികൾ, വലിയ പേമാരി രാജ്യത്തുണ്ടാകും. വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകും. ആൾനാശങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാകാൻ പോകുന്നു. രാജ്യത്തോർത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി അറിയിക്കുന്നു. അതിൻ്റെ തീവ്രത കുറയട്ടെ. ആമേൻ. വീട് പ്രാർത്ഥിക്കേണ്ട മറ്റൊരു രാജ്യം ഒമാൻ എന്ന രാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ രാജ്യത്തിൽ സംഭവിക്കാൻ പോകുന്ന ദൈവപ്രവൃത്തികൾ എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന എങ്ങനെയാണ്. ഒമാൻ എന്ന പരിശുദ്ധാത്മാവിന് പറഞ്ഞിട്ട് ആ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിന് പറഞ്ഞു. ആ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ UK ഒക്കെ അങ്ങനെ ഉള്ള രാജ്യങ്ങളിൽ മഞ്ഞുകാലത്ത് അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുമ്പോൾ എങ്ങനെയാണോ ഈ മരത്തിലും ചെറിയ ചെടികളിലൊക്കെ മഞ്ഞ് കട്ട പിടിച്ചിരിക്കുന്നത്, അതുപോലെ മഞ്ഞ് വീണ് കട്ട പിടിച്ചിരിക്കുന്ന വലിയൊരു തണുപ്പ് കാലം, അതെന്താ പറയാം, വലിയ മഞ്ഞ് വീഴ്ച ഉണ്ടായി. വലിയ ജനങ്ങൾക്ക് ജോലി ചെയ്യാനോ അവർക്ക് യാത്ര ചെയ്യാനോ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യം ഒമാൻ എന്ന
രാജ്യത്തുണ്ടാകാൻ പോകുന്നു. വലിയ മഞ്ഞുവീഴ്ച, അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മഞ്ഞുവീഴ്ചയാണ്. സാധാരണ മഞ്ഞുവീഴ്ചയല്ല, അപകടങ്ങൾ ഉണ്ടാക്കുന്ന, ജനത്തിന് ഭയങ്കര പ്രയാസം ബുദ്ധിമുട്ടുമാകുന്ന, പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞുവീഴ്ച ഒമാൻ എന്ന രാജ്യത്തുണ്ടാകാൻ പോകുന്നു. അപ്പോൾ തന്നെ ആ രാജ്യത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. വലിയ പേമാരിയും വെള്ളപ്പൊക്കവും ആ രാജ്യത്തുണ്ടാകും. ഈ രാജ്യങ്ങളെ ഓർത്ത് ദൈവജനം പ്രാർത്ഥിക്കുക. ഒമാൻ, കുവൈറ്റ്, ഈ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഈ രാജ്യങ്ങൾ നേരിടാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. കർത്താവ് ഈ രാജ്യങ്ങളെ സംരക്ഷിക്കട്ടെ. ഈ രാജ്യങ്ങളിൽ ഒത്തിരി ദൈവദാസന്മാർ, ഒത്തിരി ദൈവമക്കൾ ഉണ്ടല്ലോ. ദൈവമക്കൾ, നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. പ്രാർത്ഥിക്കട്ടെ, അതിൻ്റെ എല്ലാം തീവ്രത കുറയട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, അവരെ കർത്താവ് സംരക്ഷിക്കട്ടെ. അപ്പോൾ തന്നെ ഈ കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യത്ത് ദൈവാത്മാവിനെ കാണിച്ച മറ്റൊരു കാര്യം, വലിയ വലിയ ഒരു തീപിടുത്തം. അതൊരു ഒരു ഒരു ഞാൻ കാണുന്ന ഇങ്ങനെയാണ്, ഈ സിലിണ്ടർ മീൻസ് ഓക്സിജൻ നിറച്ച സിലിണ്ടർ പോലത്തെ വലിയ സിലിണ്ടർ. ഇത് ഒരു എന്തോ സ്റ്റോർ ചെയ്യുന്ന ഒരിടമാണ്. അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് ഒരു വലിയ സ്ഫോടനം, വലിയ പൊട്ടിത്തെറി കുവൈറ്റിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ആളപായം വലുതായിട്ടില്ലാത്ത ഒരു വലിയ അഗ്നിബാധ, ഒരു സ്ഫോടനം കുവൈറ്റിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അവിടുത്തെ ജനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. എന്നെ കാണിച്ചൊരു സ്ഫോടനമാണ് ഈ എന്താ പറയുക, കെമിക്കലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ പൊട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ഗ്യാസ് നിറയ്ക്കുന്ന ഫില്ല് ചെയ്യുന്ന ഇടത്തൊക്കെ ഉണ്ടാകുന്ന സ്ഫോടനം പോലെ എന്തോ നിറച്ചു വച്ചിരിക്കുന്ന ഒരിടത്ത്, അങ്ങനൊരു സ്ഥാപനത്തിൽ ഒരു വലിയ സ്ഫോടനം നടക്കുന്നു. വലിയൊരു തീപിടുത്തം. ഇത് തെറിച്ച് കിലോമീറ്റർ മേലോട്ട് തെറിച്ച് ഈ കുറ്റി മേലോട്ട് പൊങ്ങിപ്പോകുന്നു. അങ്ങനെ ഒരു സംഭവം, പൊട്ടിത്തെറി കുവൈറ്റിലുണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അതിൻ്റെ തീവ്രത കുറയട്ടെ. ഇപ്പം കണ്ടിന്യൂസായി കുവൈറ്റിൽ തീപിടുത്തവും മരണങ്ങളും സംഭവിക്കുന്നു. ആമേൻ. അതിനെല്ലാം ഒരു നീക്കുപോക്ക് സ്വർഗം തരട്ടെ. ദൈവജനം പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള തീപിടുത്തങ്ങളെ നമുക്ക് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം അതിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഈ പ്രവചന ശബ്ദങ്ങളെ കേൾക്കുക, ഇതിനെ ഷെയർ ചെയ്യുക, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് കൈമാറുക. ആമേൻ. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ തലമുറയെ അവൻ കരം പിടിച്ചുയർത്തും. അത്ഭുതം നിങ്ങൾ കാണും. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.